പോരാട്ടത്തിന്റെ സ്മരണകൾ ഉയർത്തി വയനാട്ടിലെ കുറിച്ച് തറവാടുകളിൽ തുലാപ്പത്ത് ആഘോഷം. നെൽപ്പാടത്തെ ആദ്യ വിളവ് വീടുകളിലേക്ക് ആനയിക്കുന്ന പത്താമുദയവും ആയുധപൂജയുമാണ് തുലാം പത്തിലെ ചടങ്ങ്. ആ കാഴ്ചയിൽ പഴശ്ശിയുടെ പടത്തലവനായിരുന്ന തലയ്ക്കൽ ചന്തുവിന്റെ പോരാട്ട വീര്യം പേർന്നവരാണ് വയനാട്ടിലെ കുറിച്യർ. അമ്പും വില്ലും ഇവർക്ക് കേവലം ആയുധങ്ങളല്ല, ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ആ വീരസ്മരണകൾ പുതുക്കുന്ന ദിനമാണ് തുലാപ്പത്ത്. കണിയാമ്പറ്റ പള്ളിയാറ കുറിച്യ തറവാട്ടിൽ കതിരുകയറ്റൽ ചടങ്ങോടെയാണ് ആഘോഷത്തിന് തുടക്കം. നെൽപ്പാടത്തെ ആദ്യ വിളവ് ഐശ്വര്യമായി വീടുകളിലേക്ക് ആനയിക്കുന്ന ചടങ്ങ്. ഇനി ആയുധപൂജയാണ്. കൃഷിയും നായാട്ടും ജീവിത രീതിയായി കണ്ട ഇവരുടെ പരമ്പരാഗത ആയുധമായ അമ്പും വില്ലും പൂജയ്ക്ക് വയ്ക്കുന്ന ചടങ്ങ്. ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ നായാട്ട് അന്യം നിന്നെങ്കിലും പുതിയ തലമുറയ്ക്ക് ആചാരങ്ങൾ പരിചയപ്പെടുത്തുന്ന ആഘോഷം കൂടിയാണ് പത്താമുദയം. എല്ലാ തറവാടുകളിലും പ്രത്യേകിച്ച് വയനാട്ടിൽ ആദിവാസികളായ കുറുമരും കുറിച്യരുമാണ് ഈ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്നത്. ഈ തുലാപ്പത്തിന് സംബന്ധിച്ച് കതിരുകയറ്റി ആ അമ്പലങ്ങളിലും കളത്തിലും പാടത്തും അതുപോലെ ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ അറിയിൻ്റെ അവിടെയൊക്കെ കതിര് വെക്കും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്പും വില്ലും പൂജിക്കും. അമ്പും വില്ലും കൊണ്ടുവന്നിട്ട് അത് തേങ്ങ വെട്ടി തെളിയിച്ച് ചന്ദനമൊക്കെ പൂശി പ്രാർത്ഥിച്ച് എല്ലാവരും അത് എടുക്കും. പൂജിച്ച അമ്പും വില്ലുമായി ഇവർ കാട്ടിലേക്ക് വേട്ടയ്ക്കിറങ്ങുമായിരുന്നു. ഇന്ന് നായാട്ടിന് നിരോധനമുള്ളതിനാൽ ഇത് പ്രതീകാത്മക ചടങ്ങ് മാത്രമാണ്. തറവാട്ടിലെ കാരണവരുടെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചുകൂടുന്ന ആഘോഷം കൂടിയാണിത്. തുലാമാസത്തിലെ ഈ കാർഷിക ഉത്സവം വരും തലമുറയ്ക്ക് പ്രചോദനമാണ്. മനോരമ ന്യൂസ്, വയനാട്.